നമസ്കാരം. ഈ വേനൽക്കാലത്ത് നമ്മളിൽ ഉണ്ടാവുന്ന ത്വക്ക് രോഗങ്ങളെ പറ്റി നമുക്കൊന്ന് നോക്കിയാലോ. നോക്കിയേ, നമ്മുടെ കേരളത്തിൽ ഉണ്ടാവുന്ന വേനൽക്കാലം ബാക്കിയുള്ള സ്റ്റേറ്റിൽ ഉണ്ടാവുന്നത് പോലെയല്ല. ഇവിടുത്തെ ഹ്യൂമിഡിറ്റിയുടെ അളവ് ഇച്ചിരി കൂടുതലാണ്. അപ്പോൾ ഹ്യൂമിഡിറ്റി അളവ് കൂടുതലായതുകൊണ്ട് നമ്മുടെ ശരീരം വേർപ്പുണ്ടാക്കുന്ന എന്തിനാണ്? നമ്മുടെ ശരീരത്തിൻ്റെ ചൂട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഉണ്ടാക്കുന്ന വേർപ്പ് നമ്മൾ അന്തരീക്ഷത്തിലുള്ള ഹ്യൂമിഡിറ്റി ഉള്ളതുകൊണ്ട് ഇത് ഇവോപ്പറേറ്റ് ചെയ്ത് പോകൽ വളരെ കുറവായിരിക്കും. അപ്പോൾ എന്തുണ്ടാവുക? ഈ വേർപ്പ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന എണ്ണമയായിട്ട് മിക്സ് ചെയ്തിട്ട് അവിടെ ഒരു കുഴമ്പ് രൂപം അല്ലെങ്കിൽ ചെറിയൊരു ലെയർ ഉണ്ടാക്കും. ഈ ലെയർ നമ്മളെ ശരീരത്തിൽ പല രീതിയിൽ ദോഷം ചെയ്യും. ഇപ്പോൾ ഇൻഫെക്ഷൻ ഉള്ള ഒരാളാണെങ്കിൽ ഈ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ബാക്ടീരിയ ഇൻഫെക്ഷൻ കൂടാനായിട്ട് ഇതൊരു കാരണമാവും. ചെറിയ ചെറിയ കുരുക്കളുള്ളവരാണെങ്കിൽ ഈ ചെറിയ കുരുക്കൾ ഇച്ചിരി കൂടി വലുതായിട്ട് അത് ഇച്ചിരി കൂടി ബുദ്ധിമുട്ടുള്ള കുരുക്കളായിട്ട് മാറാൻ സാധ്യതയുണ്ട്. അതുകൂടാണ്ട് ഹീറ്റ് റാഷസ് എന്ന് പറയും. നമുക്ക് ചെറിയ ബോഡിയിൽ ചെറിയ കുരുക്കൾ വരാം, പിന്നെ ചെറിയ ചൊറിച്ചിൽ വരാം, പിന്നെ എന്തെങ്കിലും വേറെ നമ്മളിപ്പോൾ സോറിയാസ് പോലെ അസുഖങ്ങളുണ്ടെങ്കിൽ അത് ഇച്ചിരി കൂടാനും, അങ്ങനെ നമ്മൾ ത്വക്കിലുണ്ടാവുന്ന അസുഖങ്ങൾ അത് ഇച്ചിരി കൂട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ വേനൽക്കാലത്ത്. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ചെയ്യാൻ പറ്റുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, നമ്മളെ ശരീരത്തിൻ്റെ ചൂട് നമ്മൾ കുറയ്ക്കുക എന്നുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ, ഇപ്പോൾ ചിക്കൻ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ചൂട് ഫീൽ ചെയ്യുക, എരിവുള്ള സാധനം കഴിച്ചു കഴിഞ്ഞാൽ ചൂട് ഫീൽ ചെയ്യുക, വിറക്കണത് നമ്മൾ കണ്ടിട്ടില്ലേ? അപ്പോൾ ഇതൊക്കെ എന്താ കാരണം? അപ്പോൾ ചില ഭക്ഷണങ്ങൾ നമ്മളെ ശരീരത്തിൻ്റെ ചൂട് കൂട്ടുന്ന ഭക്ഷണങ്ങളാണ്. അതിൽ വരുന്നതാണ് ഈ സ്പൈസസ്, ഈ ഓയിൽ, എണ്ണയിൽ പൊരിച്ചെടുക്കുന്ന ഭക്ഷണങ്ങൾ, പിന്നെ ഇറച്ചികൾ, മുട്ട, ഇങ്ങനത്തെ ദഹിക്കാൻ പാടുള്ള ഭക്ഷണങ്ങൾ എപ്പോഴും ബോഡിയിൽ ഹീറ്റ് കൂട്ടാനുള്ള സാധ്യത എപ്പോഴും ഉണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഭക്ഷണങ്ങൾ കഴിക്കൽ വളരെ കുറയ്ക്കുക. അതുകൂടാണ്ട് നമ്മളെ ശരീരത്തിൻ്റെ ചൂട് കുറയ്ക്കുന്ന ഭക്ഷണങ്ങളുണ്ട്. അതിൽ വരുന്നതാണ് സാലഡ്സ്, കുക്കുംബർ, ബീട്രൂട്ട് പോലെയുള്ള സാലഡുകൾ നമ്മൾ ധാരാളം ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്തുണ്ടാവും? നമ്മുടെ ബോഡിയുടെ ചൂട് ഇത്തിരി കുറയ്ക്കാനും ഈ വേർപ്പ് ഉണ്ടാക്കൽ കുറയ്ക്കാനും സ്കിന്നിലോട്ടുള്ള പോഷണത്തിന് അത് കൂട്ടാനും ഹെൽപ്പ് ചെയ്യും. അതുകൂടാതെ ഈ മദ്യപാനം പോലുള്ള കാര്യങ്ങളൊക്കെ ഇന്നത്തെ സീസണിൽ ഭയങ്കരമായിട്ട് കുറയ്ക്കണം. കാരണം ഇതൊക്കെ ഭയങ്കര ആസിഡാണ്. ഇത് ബോഡിനെ ഡീഹൈഡ്രേഷൻ ചെയ്യാനും ഭയങ്കരമായിട്ട് കാരണമാവും. പിന്നെ എക്സസൈസ്, ഭയങ്കരമായിട്ടുള്ള എക്സസൈസുകളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം ഈ സമയത്ത്. അപ്പോൾ ഇതാണ് ഇതിൽ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ. ബാക്കി കാര്യങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞില്ല. എന്തൊക്കെ ഭക്ഷണം കഴിക്കണം, എന്തൊക്കെ ഭക്ഷണമാണ് ഇതിന് നമുക്ക് ശരീരത്തിന് നല്ലതെന്നുള്ള കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം.